കണ്ട മൊത്തം പൊടി പിടിച്ച് നാശമായി കിടക്കുന്നു. കരണ്ട് പോലും ഇവിടെ. വെറുതെ മനുഷ്യനെ രാവിലെ മെനക്കെടുത്താനായിട്ട്. ചേട്ടാ ഇന്നലെ നൈറ്റല്ലേ മാറി വന്ന് ഫ്ലാറ്റ് മാറിപ്പോയിരിക്കുന്നത്. എൻ്റെ പൊന്നുമോനെ ഞാൻ ചത്തൊന്നും കിടക്കില്ലായിരുന്നു, ഒന്ന് ഉറങ്ങിപ്പോയി. ഇവന്മാരൊന്ന് വിളിച്ചെണീപ്പിച്ചിട്ട് മേളിലേക്ക് വന്നിരുന്നെങ്കിൽ വല്ല പ്രശ്നം ഉണ്ടായിരുന്നോ? ഇവിടെ അതാണ് ഈ ബാച്ചിലേഴ്സിന് കൊടുക്കാത്ത ശല്യമാണ് ഇവന്മാരെ കൊണ്ട്. അല്ല ചേട്ടൻ ഇന്നലെ ഞങ്ങൾ ഇവിടെ തന്നെയായിട്ടാ വന്നത്. എൻ്റെ പൊട്ടൻ ചെറുക്കാം, ഇവിടുത്തെ ഫ്ലാറ്റിൻ്റെ എല്ലാത്തിൻ്റെ ഉൾവശം ഒരുപോലെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് ഈ കള്ളും കുടിച്ച് കണ്ട ഫ്ലാറ്റിൽ പോയി കയറിയിട്ട് ഇവിടെ ഇറങ്ങി വെറുതെ മനുഷ്യനെ രാവിലെ. എടാ നിന്നോടൊക്കെ ഞാൻ പറഞ്ഞല്ലേ ഈ കോംപ്ലക്സ് കയറി വൃത്തിയാണെങ്കിൽ എടാ 10-30 വയസ്സായില്ലേ, നിനക്കൊക്കെ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ ജീവിതത്തിൽ? ഇങ്ങനെ നടന്നാൽ മതിയോ? വെളിവില്ലെങ്കിലും ദുബായി പോയി പിന്നെ ഏതെങ്കിലും ഒരു വഴിക്കായി. അതേപോലെയാണ് നിന്റെ കാര്യം. അങ്ങാത്തൊരു ഒന്നില്ലെങ്കിൽ ഇന്നലെ അവിടെ കണ്ടത് ഒരു കള്ളൻ ഫാമിലി. പക്ഷെ ലോജിക്കലി നോക്കുവാണെങ്കിൽ അത് പ്രേതമാകാനാ സാധ്യത. ആ ബെസ്റ്റ്. അതിൻ്റെയും കൂടി ഒരു കുറവ് ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഏത് കള്ളന്മാരാണ് ഈ പന്ന ഫ്ലാറ്റ് അടിച്ച് വൃത്തിയാക്കി സെറ്റപ്പ് ആക്കിയിട്ട് തിരിച്ച് പോകാൻ നേരത്തെ അതേ പൊടിയും മാറായാലും വാരിയിട്ടിട്ട് പോകുന്നത്? ഇത്ര പ്രൊഡക്ഷൻ കളിച്ചുള്ള കള്ളന്മാരാ. നിന്നെ കണ്ടു പറ്റൂ? അപ്പോൾ പ്രേതം തന്നെ. സത്യം പറയടാ, രാത്രി നീയൊക്കെ കുടിച്ച് വെളിവിലാണ്ട് വേറെ ഏതോ വീട്ടിൽ കയറിയതല്ലേ? ഞാൻ കൊണ്ടുവന്ന കുപ്പി സീൽ പൊട്ടി എൻ്റെ ബാഗിൽ തന്നെ ഇരിപ്പുണ്ട്, അത് നമുക്ക് പിന്നെ ഉണങ്ങാം. പക്ഷേ ഇന്ന് രാവിലെ ഇവന്റെ വേഷം കിട്ടി എൻ്റെ അടുത്ത് വന്ന ആൾ കിടന്ന്. ഞാൻ പറഞ്ഞില്ലേ രാവിലെ നിന്റെ മോന്തയിൽ അയാളുടെ മൂഞ്ചി കണ്ട് ഞാൻ പേടിച്ചെന്ന്. എടാ നീ എന്തൊക്കെയാണ് ഈ പറയണത്? ഫുഡ് വന്ന് മേടിച്ചിട്ട് വരാം. ഇതെന്തോടെ ഞാൻ മാത്രം പിച്ചും പെയ്യാൻ പറയുന്ന പ്രാന്തര? എനിക്ക് തോന്നണേ നമ്മൾ ഇന്നലെ പോയി വെള്ളം കുടിച്ച് നമ്മുടെ തോന്നലാന്ന്. മിക്കവാറും കാറിൽ തന്നെ എൻ്റെ പാസ്പോർട്ട് ഉണ്ട് അവിടെ. അതെ, ഇവിടെ ഉണ്ടായിരുന്ന ആളെവിടെ? ആരാ? പാപ്പച്ചീസ് കിച്ചൺ ബിരിയാണി കൊണ്ടുവന്നു 5 സ്റ്റാർ റേറ്റിംഗ് തന്നെ. താങ്ക്സ്. അതെ, അവൻ പറഞ്ഞ നേരം ട്ടാ. പുള്ളി ഇപ്പോൾ വന്നായിരുന്നു. ആര്? പ്രേതം. പുള്ളി ഫുഡ് ഡെലിവറി ചെയ്തിട്ട് അങ്ങോട്ട് പോയി. നമുക്കൊരു കണിയാനെ പോയി കണ്ടാലോ? കണ്ടോ? എടാ എന്തൊക്കെയാണ് ഈ പറയണത്? കഴിഞ്ഞ 1.5 മാസം ഞാനിവിടെ താമസിക്കുന്നത്. ഇന്നേ വരെ എനിക്കൊരു പ്രേതം കൊണ്ടുവന്ന് ചോറ് തന്നിട്ടില്ല, കൂടെ കിടത്തി ഉറക്കിയിട്ടില്ല. നിനക്കൊക്കെ കഞ്ഞിയും മരുന്ന് കിടത്തി ഉറക്കുന്നത് അംഗനവാടിയാണ്. ഇതിന് മുന്നേ ഇവിടെ താമസർക്ക് പാപ്പം കൊടുത്തിട്ടുണ്ടെങ്കിലോ? ആ അല്ലാണ്ടാരാണ് ഈ മെട്രോന്റെ ചോട്ടിൽ ഇവനെ പോലത്തെ ഒരു കോന്തം ബാച്ചിലാണ് റൂം കൊടുക്കണത്. ഡാ നീ ഒരു മണ്ടനായർ നിന്നെ തലയെ കെട്ടി വെച്ചതാടാ. നീ മുന്നേ താമസിച്ചൊന്ന് വിളിച്ചു ചോദിച്ചേ. എന്റെ നമ്പർ ഒന്നുമില്ല. എന്നാ അപ്പൊ എന്റെ ഓണറിനെ വിളിച്ചു ചോദിച്ചൂടെ? ഇതൊരു കഷ്ടമാണ്. ആ വിനീതേട്ടാ, അല്ലേട്ടാ അവരെ സംശയം ചോദിക്കാനായിരുന്നേ. അല്ലേട്ടാ നമ്മുടെ ഈ അപ്പാർട്ട്മെന്റിലെ പ്രേത ശല്യം ഒന്നും അല്ലെന്ന് ചേട്ടൻ കേട്ടിട്ടുണ്ടായിരുന്ന? പ്രേതമാ? അതൊക്കെ ഈ നാട്ടുകാർ തന്നെ ഓരോന്ന് പറഞ്ഞിട്ടുണ്ടാക്കണല്ലേ. താനൊരു എത്തിസ്റ്റ് ആയതുകൊണ്ടാണ് എന്റെ ഫ്ലാറ്റ് എനിക്ക് തന്നത്. ആ പിന്നെ ഈ പുറത്തുനിന്ന് പറഞ്ഞ ചില അലവാരികളൊക്കെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കിയ കേട്ടോ. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഈ നാട്ടുകാർ തന്നെ. ചേട്ടാ ഈ നാട്ടുകാര് എന്ത് പറഞ്ഞാണ് പറയണത്? ഇത്രയും നാൾ അവിടെ താമസിച്ചിട്ട് എനിക്കോ അവിടെയുള്ള റെസിഡൻസിനോ ഒരു ശല്യം ഉണ്ടായിട്ടില്ല. ഓപ്പോസിറ്റ് വീട്ടിലെ പാർട്ടിയുടെ പിള്ളേര് നാട്ടിൽ നിന്ന് വന്നപ്പോ പ്രേതവും ഒപ്പിച്ചാതെന്നൊക്കെ ചുമ്മാ കഥയിറക്കി. അല്ലാണ്ട് അവിടെ ഒന്നുമില്ല. ഹലോ ചേട്ടാ, എന്റെ പേര് ഫഹദ്. വരുണ്ട വീട്ടിൽ ഗസ്റ്റ് ആയിട്ട് വന്നേട്ടോ. ആ ഗോസ്റ്റാ. എടാ ചുമ്മാ നാട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു.